السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. عن عبد الله بن عمرو رضي الله تعالى عنه ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അർബഉൻ ഇദാ കുന്ന ഫീക ഫല അലൈക മാ ഫാതക മിനദ് ദുനിയ. 4 കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ ദുനിയാവിൽ നിന്ന് എന്ത് തന്നെ നിനക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അത് നിന്നെ ബാധിക്കുന്നതല്ല, നിനക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നതല്ല. എന്നിട്ട് ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണം. ഒന്നാമതായി ഒരു മുസ്ലിമിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് ഹിഫ്ളു അമാന, അമാനത്ത് പാലിക്കുന്നവനായിരിക്കണമെന്നാണ്. അമാനത്ത് പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യമാണോ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചത്, അത് ചിലപ്പോൾ സംസാരമാകാം, നമ്മൾ ആരോട് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംസാരമാകാം, അതല്ലെങ്കിൽ ധനമിടപാടാകാം, അതല്ലെങ്കിൽ നമ്മളുടെ നിത്യജീവിതത്തിൽ വരുന്ന മറ്റേത് കാര്യങ്ങളായിക്കൊള്ളട്ടെ, മറ്റൊരാളോട് അറിയിക്കരുത്, അതല്ലെങ്കിൽ ഏതൊരു ഉത്തരവാദിത്വം, ചിലപ്പോൾ നമ്മളെ ജോലി ഏൽപ്പിച്ചതാകാം, ഏത് കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഉത്തരവാദിത്തമായി നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണമായി പഠിപ്പിച്ച കാര്യമാണ്. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞത് വസിദ്ഖു ഹദീസിൻ, സത്യം പറയുക എന്നുള്ളതാണ്. ഏത് സന്ദർഭമായിക്കൊള്ളട്ടെ അവിടെ സത്യം പറയാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അതും അവനക്ക് ഏറ്റവും നല്ല ഗുണമായിക്കൊണ്ടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മുനാഫിഖീങ്ങളുടെ ഗുണമായി അവരുടെ ഗുണമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അവൻ സംസാരിച്ചു കഴിഞ്ഞാൽ കളവ് പറയുന്നവനാണ് എന്നാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഒരു മുസ്ലിമിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഹുലുക്കിൽപ്പെട്ടതാണ് സത്യസന്ധമായി സംസാരിക്കുക എന്നുള്ള കാര്യം. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഹസ്നു ഖലീഖത്തിൻ, ഒരാളുടെ നല്ല സ്വഭാവം എന്നുള്ളതാണ്. ഏതൊരാളോട് പെരുമാറുകയാണെങ്കിലും ഏതൊരാളോട് സംസാരിക്കുകയാണെങ്കിലും നല്ല വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ മുഖപ്രസന്നതയോടുകൂടെയും മാത്രമായിരിക്കണം ഒരു വിശ്വാസി സംസാരിക്കേണ്ടത്. അപ്പോൾ നല്ല രൂപത്തിൽ സംസാരിക്കുക എന്നുള്ള കാര്യം അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണമായി കൊണ്ട് പഠിപ്പിക്കണം. നാലാമതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വഇഫത്തുൻ ഫീ തുഅമത്തിൻ, ശുദ്ധമായ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുബഹത്ത് കലരാത്ത, ഹറാമിൻ്റെ രൂപത്തിൽ, അതായത് സംശയത്തിൽ സത്യമാണോ തെറ്റാണോ, പിന്നെ ആ രൂപത്തിൽ സംശയമുള്ള ഒരു സമ്പാദ്യവും അവനിൽ ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഹറാമായ സമ്പാദ്യം എന്തായാലും ഉണ്ടാകാൻ പാടില്ല. ആ രൂപത്തിൽ ഇഫ്ഫത്തായ ഒരു ഭക്ഷണവും അവൻ നിത്യജീവിതത്തിൽ കഴിക്കുന്നുണ്ട്, അവൻ്റെ കുടുംബത്തിന് നൽകുന്നുണ്ട് എങ്കിൽ ഈ 4 കാര്യങ്ങൾ ഒരു മുസ്ലിമിൽ, ഒരു മുവഹിദായ മനുഷ്യനിൽ ഉണ്ട് എങ്കിൽ അവന് പിന്നെ ദുനിയാവിൽ നിന്ന് എന്ത് തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അത് അവന് പ്രശ്നമാവുകയില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചത്. 4 ഗുണങ്ങൾ. ഒന്നാമത് പറഞ്ഞത് അമാനത്ത് കാത്തു സൂക്ഷിക്കുന്നവനാവുക. അത് ഏത് വിഷയത്തിലാവട്ടെ, നമ്മളോട് പറഞ്ഞ സംസാരമാകട്ടെ, നമ്മുടെ ജോലിയാകട്ടെ, ഏത് കാര്യമായിക്കൊള്ളട്ടെ, ഉത്തരവാദിത്തമായി ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിൽ നമ്മൾ സൂക്ഷ്മത കാണിക്കുക. രണ്ടാമത് സംസാരത്തിലുള്ള സത്യസന്ധത, അതുപോലെ തന്നെ മൂന്നാമത് നന്നായി പെരുമാറുക എന്നുള്ള കാര്യം, നാലാമത്തത് ഹലാലായ വിശുദ്ധമായ ഭക്ഷണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഇതുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും, ഞാനടക്കമുള്ള ഓരോരുത്തരും നമ്മൾ പരിശോധിക്കുക. ഇല്ല എങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.